ഹലോ, നമസ്കാരം. ഇന്ന് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബ്രസ്റ്റ് ക്യാൻസർ. സ്തനാർബുദം എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഒരു രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കുറിച്ചൊരു അവബോധം എല്ലാവർക്കും എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്കൊക്കെ അറിയായിരിക്കും, സ്തനാർബുദം അതായത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളുടെ സ്തനകോശങ്ങളുടെ അമിത വളർച്ച മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്തനാർബുദം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാവരുടെയും ഒരു ധാരണ എന്ന് വെച്ചാൽ ഇത് സ്ത്രീകളിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത് പുരുഷന്മാരിലും നമുക്ക് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഉള്ള ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളും ഇതിൻ്റെ ഒരു കാരണമാണ്. അതേപോലെ കുടുംബഘടനയും കുടുംബ പശ്ചാത്തലവും ഇതിൻ്റെ ഒരു ഘടകമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊന്നാണ് ആർത്തവം. നമുക്ക് നേരത്തെ ഉണ്ടാകുന്ന ആർത്തവ ആരംഭവും അതേപോലെ വൈകി ഉണ്ടാകുന്ന ആർത്തവ വിരാമവും ഇതിൻ്റെ മറ്റൊരു ഘടനയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആഹാര രീതിയാണ്. നമ്മളുടെ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഭക്ഷണ രീതി. അപ്പോൾ ഈ ഭക്ഷണ രീതിയിൽ നമ്മൾ കൂടുതലും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ കോസസ് ആണ് ഇത്. അതായത് കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിലൂടെ നമുക്ക് കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു ചാൻസ് കാണുന്നുണ്ട് എന്ന് പഠന രീതികളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാന രീതി ഡെയിലി റുട്ടീനായിട്ട് മാറ്റുന്ന പലരിലും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഹോർമോണിൻ്റെ പങ്ക് ഗർഭനിരോധനങ്ങളിൽ ഗുളികകളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഹോർമോൺ സങ്കരങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ സാധ്യതക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് 50 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് നമുക്ക് കൂടുതൽ ചാൻസ് ഇതിന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിലുള്ള ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു കാരണമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് സാധ്യത കൂടുതലാണ്. പിന്നെ 10 വയസ്സിന് മുമ്പ് അതായത് 10 വയസ്സിന് മുമ്പ് നമുക്ക് ആർത്തവം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലൂട്ടൽ ദൈർഘ്യം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് ഇത്ര വർഷം എന്ന് പറയുന്നുണ്ട്, അതിലും നമ്മൾ ദൈർഘ്യം കുറച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതും ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതുവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത പാലൂട്ടാത്ത സ്ത്രീകളിലും നമുക്കിത് കാണാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആഫ്റ്റർ 30 ഇയേഴ്സ് 30 വയസ്സിന് ശേഷം നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്നവർക്കും ചാൻസ്. കൂടാതെ ഗർഭിണിയാകാത്ത സ്ത്രീകളിലും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകൾ, അതേപോലെ തന്നെ ആകൃതിയിലുണ്ടാകുന്ന വ്യത്യാസം, ബ്രസ്റ്റിൻ്റെ ആകൃതിയിലുണ്ടാകുന്ന വ്യത്യാസം, കൂടാതെ കക്ഷത്തിലുണ്ടാകുന്ന മുഴകൾ, അതേപോലെ എന്തെങ്കിലും ഡിസ്ചാർജസ്, നമുക്ക് എന്തെങ്കിലും സ്രവം പോലെ ബ്രസ്റ്റിൽ നിന്ന് വരിക, അതേപോലെ നിപ്പിൾസ് ഉള്ളിലോട്ട് വലിയുന്നത്, പിന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനങ്ങൾ, എന്തെങ്കിലും റെഡ് കളറിൽ റെഡ്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും പൊന്തുന്നത്, അതാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടാകുന്നത്. അതേപോലെ എന്തെങ്കിലും ഡിസ്ചാർജസ് ആയിട്ടുണ്ടാവുക, പിന്നെ നിപ്പിൾസിൽ നമുക്ക് എന്തെങ്കിലും കളർ ചേഞ്ചസ് അനുഭവപ്പെടുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഈ ലക്ഷണങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ എല്ലാതും അങ്ങനെ ആവണമെന്നില്ല. എങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിൻ്റെ. അപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ പരിശോധന രീതികളെക്കുറിച്ച് പറയാം. അതായത് 2 രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഒന്ന് സ്വയം പരിശോധനയുണ്ട്, നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നത്. പിന്നെ തൊട്ട് നോക്കിയിട്ടുള്ള പരിശോധനയാണ് വേറെ ഒന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മാമോഗ്രാഫിയാണ്. അപ്പോൾ ഈ സ്വയം പരിശോധനയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും നമുക്ക് ഇത് ചെയ്ത് നോക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. കാരണം സ്വയം പരിശോധനയാണ് കൂടുതലായിട്ട് എഫക്റ്റീവ്. നമുക്ക് തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് പ്രൈമറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വയം പരിശോധന തന്നെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തൊട്ട് നോക്കിയുള്ള പരിശോധനയുണ്ട്. നമുക്ക് കിടന്നിട്ടും അതേപോലെ നിന്നിട്ടും, അതായത് മിററിൻ്റെ മുന്നിൽ
വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്തോ നമുക്ക് ഇത് വിരലുകൾ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളുടെ പെരുവിരൽ ഒഴിവാക്കി ബാക്കി തൊട്ട് നോക്കിയിട്ടുള്ള പരിശോധന എന്ന് പറഞ്ഞത് നമുക്ക് ആർത്തവത്തിന് ശേഷം, അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മളിത് നമ്മൾ സ്വയം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. കാരണം അതിന് മുന്നേ ആണെങ്കിൽ, അതായത് നമുക്ക് ആർത്തവത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് പൊതുവേ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവും ചിലർക്കൊക്കെ. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് പീരീഡ്സ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ സ്വയം പരിശോധന നടത്തേണ്ടത്, വിരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ ആർത്തവ വിരാമം വന്നവരും ഗർഭപാത്രം നീക്കം ചെയ്തവരുമായിട്ടുള്ള സ്ത്രീകൾ മാസത്തിലൊരിക്കൽ ഡോക്ടറെ കൊണ്ടും പരിശോധിപ്പിക്കേണ്ടതാണ്. അതുകൂടാതെ ഇതിൽ വേറൊരു ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എന്ന് പറയുന്നത് മാമോഗ്രാം ആണ്. മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു നമുക്ക് എക്സ്റേ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ്. ഇതിലൂടെ ചെറിയ മുഴകൾ പോലും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാമോഗ്രാമിൻ്റെ വേറൊരു ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാമോഗ്രാം പൊതുവേ നമ്മൾ പറയുന്നത് 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ നമ്മൾ ഒരു വർഷം മുതൽ 2 വർഷത്തിനുള്ളിൽ ഒരു മാമോഗ്രാം എങ്കിലും നമ്മൾ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് നമ്മളെ നിർദ്ദേശിക്കാറ്. ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു അസുഖവും അതിൻ്റെ ആരംഭ ദിശയിൽ തന്നെ കണ്ടെത്തിയാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വയം പരിശോധന നടത്തി നമുക്ക് പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് നടത്തി ഈ ഒരു അസുഖത്തിന് നമുക്ക് നേരിടാൻ കഴിയും. പക്ഷേ പലർക്കും ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം അത് വൈകുന്നതാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വലിയ വലിയ രീതിയിലേക്ക് മാറി ഇത് സർജറി ചെയ്ത് നമുക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി പോലുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഇതിൻ്റെ ചികിത്സാ രീതികളിൽ നമുക്കറിയാം, ആരംഭ ദിശയിൽ തന്നെ ഏതൊരു അസുഖവും നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ചിലപ്പോൾ മൈനർ ട്രീറ്റ്മെൻറ്റ് മൂലം നമുക്ക് ഇതിനെ നേരിടാൻ കഴിയേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ സെൽഫായിട്ട് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് മുന്നോട്ട് പോയി നമുക്ക് വലിയ സർജറികളൊക്കെ ഒഴിവാക്കാം. നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിന് പറയാറുള്ളത്. മാസ്റ്റക്ടമി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ സ്തനം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് കണ്ടെത്തുകയാണെങ്കിൽ ആ അർബുദം ബാധിച്ച സ്തനകോശങ്ങളെ മാത്രം എടുത്ത് കളഞ്ഞിട്ടുള്ള ചികിത്സാ രീതിയും നമുക്ക് ഉണ്ട്. ഇത്രയും പറഞ്ഞതിൽ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ചികിത്സാ രീതികളിലേക്ക് മുന്നോട്ട് പോകണം, ഡോക്ടേഴ്സിനെ കാണിക്കണം. നമ്മളത് ഒരിക്കലും തള്ളിക്കളയരുത്. ചെറിയ സിംറ്റംസ് ആണെങ്കിലും ഇത് വലിയൊരു ഇതിലേക്ക് മാറുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, വിരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ കൈകൾ മുകളിലോട്ട് പൊക്കിയിട്ട് നമുക്ക് വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും റെഡ് കളറിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം തൊട്ട് നോക്കിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് 2 കൈയും നമ്മളുടെ അരയിൽ വെച്ചിട്ട് നമുക്ക് ആ രീതിയിൽ അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും റെഡ്നെസ് ഉണ്ടോ എന്നുള്ളത് ആ മിററിൻ്റെ മുന്നിൽ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുളിക്കുന്ന സമയത്ത് നമുക്ക് വിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്തിട്ട് നോക്കാം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അതായത് എന്തെങ്കിലും ചെറിയ മുഴകൾ പോലെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെയും നോക്കാം. അതാണ് ആ 3 രീതികളിലാണ് നമ്മൾ മെയിനായിട്ട് ഇത് നമുക്ക് സെൽഫായിട്ട് സ്വയം നമ്മൾ പരിശോധിക്കുന്നത്.